സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ, ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് സമസ്ത പാദവാർഷിക പരീക്ഷ 2ാം ക്ലാസ് ഖുർആൻ വൽ ഹിഫ്ള് എങ്ങനെയാണതുണ്ടാവുക, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഖുർആനിൻ്റെ പാഠഭാഗങ്ങൾ ഏതൊക്കെയാണ്, ഹിഫ്ളിൽ കാണാതെ പഠിക്കാനുള്ള സൂറത്ത് ഏതൊക്കെയാണ്, ഹിഫ്ള് സൂറത്തുകൾക്ക് പുറമെ മറ്റെന്തെങ്കിലും ഫിഖിൽ പഠിച്ച ദിക്റുകൾ പഠിക്കേണ്ടതുണ്ടോ എന്നീ വിഷയങ്ങളെല്ലാം ഉൾപ്പെടുത്തിയ വളരെ ഉപകാരപ്രദമായ നല്ല വീഡിയോയാണ്. മുഴുവനായി കേൾക്കുകയും കുട്ടികൾക്ക് പഠിപ്പിക്കുകയും ചെയ്യുക. ഖുർആൻ പരീക്ഷയ്ക്ക് പഠിക്കേണ്ട സൂറത്തുൽ ഫാത്തിഹ, അതുപോലെ തന്നെ അന്നബ്, അന്നാസിയാത്ത്, അബസ, അത്തക്വീർ, ഇങ്ങനെ 5 സൂറത്തുകളാണ് ഖുർആൻ പരീക്ഷയ്ക്ക് നമുക്ക് നിർദ്ദേശിച്ചിരിക്കുന്നത്, പാഠഭാഗമായി വരുന്നത്. ഇതിൽ നിന്ന് എവിടെ നിന്നും നമ്മളോട് ഒരു 3, 4, 5 ആയത്തൊക്കെ ഓതാൻ ആവശ്യപ്പെട്ടേക്കാം. അതുകൊണ്ട് ഈ ഒരു ഭാഗം കുട്ടികളെ നന്നായി പഠിപ്പിക്കുക. ഈ ഒരു ഭാഗത്ത് നിന്നല്ലാതെ ചോദ്യങ്ങൾ വരില്ല. ഇനി നമുക്ക് ഇതെല്ലാം ഉൾപ്പെടുത്തിയ ഒരു മോഡൽ ചോദ്യ പേപ്പർ പരിചയപ്പെടാം. ഈ പേപ്പർ കഴിഞ്ഞ പാദവാർഷിക പരീക്ഷയ്ക്ക് സമസ്ത നേരിട്ട് നടത്തിയ പരീക്ഷയാണ്. കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അൽ ഖുർആനുൽ കരീം. അപ്പോൾ ഇത് ഖുർആനിൻ്റെ മാത്രം ഭാഗമാണ്. ഇനി ഇതിൻ്റെ താഴെയാണ് ഹിഫ്ളിൻ്റെ ഭാഗം വരുന്നത്. കുട്ടികളെ ഒന്നിച്ചിരുത്തി ഓരോ കുട്ടിയെക്കൊണ്ടും താഴെ പറയുന്നവ മുസ്ഹഫിൽ നോക്കി ഓദിക്കുക. ഇത് വായിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി കുട്ടികൾക്ക് പേപ്പർ ഉണ്ടാവില്ല. എല്ലാവർക്കും കൂടെ ഒരൊറ്റ പേപ്പർ ഉസ്താദിൻ്റെ കയ്യിലുണ്ടാകും. അതിൽ ഈ നിർദ്ദേശങ്ങളുണ്ടാവും. ഈ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ഉസ്താദ് ഓരോ കുട്ടിയെ വിളിക്കും. സാധാരണഗതിയിൽ പട്ടികയിലെ പേരനുസരിച്ചാണ് വിളിക്കാറുള്ളത്. ആദ്യം ഒരു ആൺകുട്ടി, പിന്നെ ഒരു പെൺകുട്ടി എന്ന നിലക്കാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഉസ്താദിൻ്റെ അടുത്ത് പോയി ഉസ്താദ് നമ്മളോട് പറയും, ഇങ്ങനെ സൂറത്തു നാസിആത്തിൽ നിന്ന് തുടക്കം മുതൽ 4 ആയത്തുകൾ, അപ്പോൾ 4 ആയത്തൊക്കെ ചെറിയ ആയത്താണ്. ഇപ്പോൾ അമ്മ യതസാഅലൂൻ അനിൻ നബഇൽ അളീം അല്ലദീ ഹും ഫീഹി മുഖ്തലിഫൂൻ കല്ലാ സയഅലമൂൻ, ഇത്രയേ ഉള്ളൂ. ചുരുങ്ങിയ 4 ആയത്ത്. നിങ്ങൾ നോക്കൂ, അത്രേ ചോദിക്കുകയുള്ളൂ. പക്ഷേ ആ ചോദിക്കുന്നത് ക്ലിയറായിട്ട് നമുക്ക് ഓതിക്കൊടുക്കാൻ, നമ്മളെ മക്കൾക്ക് ഓതിക്കൊടുക്കാൻ കഴിഞ്ഞാൽ മുഴുവൻ മാർക്കും ഖുർആനിൽ നമുക്ക് നേടിയെടുക്കാൻ കഴിയും. ഇവിടെ നാസിയാത്തിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഏത് സൂറത്താണ് വരിക എന്നുള്ളത് നമുക്ക് കൃത്യമായി പറയാൻ കഴിയില്ല. അപ്പോൾ ഈ പറഞ്ഞ 5 സൂറത്തുകളും റെഡിയാണ് എന്ന് ഉറപ്പുവരുത്തുക. ഇനി ഈ ഓതിക്കൊടുക്കുന്നതിന് മാർക്ക് നൽകുന്നതിന് പ്രത്യേക മാനദണ്ഡങ്ങളുണ്ട്. ഇപ്പോൾ പഴയ രൂപത്തിലല്ല ഓതുന്നതിന് 50, 30 അങ്ങനെ ഇട്ട് കൊടുക്കുന്ന ശൈലി ഇപ്പോൾ ഇല്ല. ഓരോന്നും കൃത്യമായിട്ട് നോക്കിയതിനു ശേഷമാണ് ഇട്ട് കൊടുക്കുന്നത്. തദ്രീബു തിലാവ എന്ന് പറയുന്ന ഒരു പുസ്തകം കുട്ടികൾക്ക് കയ്യിലില്ലെങ്കിലും അത് ഉസ്താദിൻ്റെ കൈവശമുണ്ട്. തദ്രീബു തിലാവ 2ാം ക്ലാസ്സിന് അതിലൊരുപാട് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് ഉസ്താദ് ഖുർആൻ പാഠഭാഗങ്ങൾ എടുക്കുന്നത്. അപ്പോൾ അതിൽ ചില അക്ഷരങ്ങൾ, മഖ്റജുകൾ, അതുപോലെ തന്നെ മറ്റുള്ള നീട്ടേണ്ട ഭാഗങ്ങളൊക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഈ കാര്യങ്ങൾ കൂടെ ഉൾപ്പെടുത്തിയിട്ടായിരിക്കും ചോദ്യം ഉണ്ടാവുക. അപ്പോൾ അതാണ് ഒന്ന്, അക്ഷരശുദ്ധിയോട് ഇടർച്ചയില്ലാത്ത പാരായണം. ഓരോ വാക്കുകൾ ഇങ്ങനെ നോക്കി വായിക്കുന്നതിന് പകരം കൂട്ടി ഓതുന്ന ശൈലിയിലേക്ക് എത്തണം. അതോടൊപ്പം തന്നെ അക്ഷരശുദ്ധി ഉണ്ടാവണം. എല്ലാവരും ക എന്ന് പറയും. എന്ത് ക വന്നാലും ക, ആ ഒരു ശൈലിയിൽ നിന്ന് മാറി ക എന്നും ക എന്നുള്ളതും പുള്ളിയുള്ള കാഫിനെ കാഫായിട്ട് തന്നെ ഉച്ചരിക്കുക. പിന്നെ എല്ലാം ആ എന്നല്ല, ഹ ഉണ്ട്, ആ ഉണ്ട്, അയിന് വരുന്നുണ്ട്, പിന്നെ ഹ ഉണ്ട്, പിന്നെ ആ ഉണ്ട്, ഹ ഉണ്ട്, അങ്ങനെ 4 ആ എന്നുള്ള ശബ്ദം വരുന്നു. ഒക്കെ ഒരേ സ്വരത്തിലാകരുത്. അപ്പം അങ്ങനെ ഓരോ അക്ഷരത്തിൻ്റെയും മഖ്റജുകളുണ്ട്. ആ മഖ്റജിൽ നിന്ന് പുറപ്പെടുമ്പോഴേ അക്ഷരശുദ്ധി ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ അക്ഷരശുദ്ധിയോടുകൂടെ ഇടർച്ചയില്ലാത്ത പാരായണം നടത്തുന്നുണ്ടോ എന്ന് രക്ഷിതാക്കളൊന്ന് അവരെ കൊണ്ടൊന്ന് ഓദിപ്പിച്ച് നോക്ക്. അപ്പോൾ അതിന് 30 മാർക്കാണ് അവിടെ കണക്കാക്കിയിട്ടുള്ളത്. 30 മാർക്ക് അക്ഷരശുദ്ധിയോടെ ഇടർച്ചയില്ലാത്ത കൂട്ടി ഓതുന്നതിന് ഉസ്താദിൽ നിന്ന് കേട്ട ആ രൂപത്തിൽ ഓതി കൊടുക്കുമ്പോൾ 30 മാർക്ക് കിട്ടും. ഏറെക്കുറെ കുട്ടികൾക്ക് ഈ 4 ആയത്തും കാണാതെ അവർ പഠിച്ചിട്ടുണ്ടാകും. ഉസ്താദ് ഓതി പഠിപ്പിച്ച് അങ്ങനെ അവർക്ക് ഹിഫ്ളായിട്ടുണ്ടാകും. ആ ഹിഫ്ളാകുന്നത് അത്ര വലിയ നല്ല കാര്യമല്ല. കാരണം മനഃപ്പാഠമായതുകൊണ്ട് മാത്രം പോരാ, അക്ഷരങ്ങൾ മനസ്സിലാക്കി ഓതാൻ കഴിയണം. അവിടെയാണ് അതിൻ്റെ പ്ലസ് പോയിൻ്റ് വരുന്നത്. ചില കുട്ടികൾക്ക് അക്ഷരങ്ങൾ അറിയാണ്ട് വേഗം അങ്ങ് ഹിഫ്ളായി പോകും. അത് കുട്ടികളെ ഈ അക്ഷരങ്ങൾ അറിഞ്ഞ് ഓതുന്നതിനത് തടസ്സമായിരിക്കും. എല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. ഇനി രണ്ടാമത്തെ തന്നെ നോക്ക്, മാർക്കിൻ്റെ മാനദണ്ഡത്തിൽ രണ്ടാമത്തത്
താഴെ പറയുന്ന ഹർഫുകളുടെ അക്ഷരശുദ്ധി പ്രത്യേകം പരിഗണിക്കണം. അപ്പോൾ ഈ 4 ആയത്തിൽ ഈ അക്ഷരങ്ങളുണ്ടാകും. സ, ഐന്, ത്വാ. അപ്പോൾ ഇത് അധികം ആൾക്കാരും ത എന്നാണ് പറയുക. രണ്ടും ത, 2 പുള്ളിയിട്ടാലും ത, പിന്നെ ത്വാ വന്നാലും ത. ആ ഒരു ശൈലിയിൽ നിന്നും മാറി ത വരുമ്പോൾ തായും ത്വാ വരുമ്പോൾ ത്വാ. ത്വാ ഉച്ചരിക്കുമ്പോൾ അവൻ്റെ മുഖഭാവം കാണുമ്പോൾ തന്നെ ഉസ്താദിന് മനസ്സിലാവും ഈ കുട്ടിക്ക് ഏറെക്കുറെ അക്ഷരങ്ങളൊക്കെ നല്ല രൂപത്തിൽ അക്ഷരശുദ്ധിയോടുകൂടെ മഖ്റജ് അനുസരിച്ച് പാരായണം ചെയ്യാൻ കഴിയുന്നുണ്ട്, വായിക്കാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ താഴെ കാഫാണ്. ക എന്ന് പറഞ്ഞാൽ മാർക്ക് കിട്ടില്ല, ക എന്ന് തന്നെ പറയണം. അപ്പോൾ ഇവിടെ ഓരോന്നിനും കണ്ടില്ലേ, സ എന്ന അക്ഷരം ശ്രദ്ധിച്ചാൽ 5 മാർക്ക്, ഐന് ശ്രദ്ധിച്ചാൽ 5 മാർക്ക്, ത്വാ ശ്രദ്ധിച്ചാൽ 5 മാർക്ക്, ഖാഫ് ശ്രദ്ധിച്ചാൽ 5 മാർക്ക്. അങ്ങനെ 50 മാർക്ക് ഖുർആൻ പരീക്ഷയ്ക്ക് നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നേടിയെടുക്കാൻ കഴിയും. വളരെ എളുപ്പമാണ്, വലിയൊരു ബുദ്ധിമുട്ടായിട്ടൊന്നും കാണണ്ട. ഈ അക്ഷരങ്ങളൊക്കെ അതിൻ്റെ മഖ്റജിൽ നിന്ന് പുറപ്പെടുവിക്കുന്നുണ്ടോ എന്നൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി നമുക്ക് ഹിഫ്ളിൻ്റെ ഭാഗത്തേക്ക് വരാം. ഹിഫ്ള് പരീക്ഷയ്ക്ക് വേണ്ടി കാണാതെ പഠിക്കാൻ നമ്മളോട് നിർദ്ദേശിച്ച സൂറത്തുകൾ: 1 സൂറത്തുൽ ഫാത്തിഹ, എല്ലാവർക്കും അറിയും. അൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ്, അതും അറിയും. അൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് എന്ന സൂറത്ത്, അത് ചിലപ്പോൾ ഓതിപ്പിക്കുമ്പോൾ ചില കുട്ടികൾ തെറ്റിപ്പോകാറുണ്ട്. ഒന്ന് രക്ഷിതാക്കളൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ നാസ്, സൂറത്തുൻ നാസ്, ഇങ്ങനെ സൂറത്ത് ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിന്, അത് വലിയൊരു കുഴപ്പം ഉണ്ടാവാറില്ല. ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്ക് രക്ഷിതാക്കളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെ ഈ സൂറത്തുകൾ 4 സൂറത്തുകൾ മാത്രമാണ് ഹിഫ്ളിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾക്ക് കാണാതെ പഠിക്കാൻ ഉള്ളത്. ഇനി കഴിഞ്ഞ പാദവാർഷിക പരീക്ഷയുടെ ഹിഫ്ളിൻ്റെ ഭാഗം നമുക്ക് വായിക്കാം. മേൽപ്രകാരം കുട്ടികളെ ഇരുത്തി ഓരോ കുട്ടിയെക്കൊണ്ടും താഴെ പറയുന്നവ മനഃപ്പാഠം ഓദിക്കുക എന്നാണ്. അതിലൊന്ന് സൂറത്തുൽ ഫാത്തിഹയിലെ 6ഉം 7ഉം ആയത്തുകളാണ്. വളരെ എളുപ്പമുള്ളതാണ്, കുട്ടികൾക്കൊക്കെ അറിയുന്നുണ്ടാവും. 20 മാർക്കാണ് അതിന് വരുന്നത്, 20 മാർക്ക്. രണ്ടാമത്തത് സൂറത്തുൽ ഫലക്കിലെ 3 ആയത്തുകൾ. സൂറത്തുൽ ഫലക്ക്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്. അതൊക്കെ അക്ഷരശുദ്ധിയോടുകൂടെ തന്നെ പറയുന്നുണ്ടോ എന്ന് രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം. നമ്മൾ ഖുർആനിൽ ഓതാൻ പറഞ്ഞ നിയമങ്ങളൊക്കെ ഹിഫ്ളിലും ബാധകമാണ്. അതും കൂടെ പരിഗണിച്ചാണ് ഈ 30-20 മാർക്ക് ഇടുക. അക്ഷരശുദ്ധി കുറഞ്ഞ ആളുകൾക്ക് അതിനനുസരിച്ച് മാർക്ക് കുറഞ്ഞു പോകും. അപ്പോൾ ഖുർആൻ ഓതുന്ന അതേ രൂപത്തിൽ തന്നെ ഹിഫ്ളും ഓതിക്കൊടുക്കുക. ഖുർആൻ സാവകാശവും ഹിഫ്ള് അങ്ങ് പറപ്പിച്ച് വിടുന്ന ശൈലി ഉണ്ടാവരുത്. പിന്നെ പ്രത്യേകിച്ച് കുട്ടികളോട് പറയണം, ഉസ്താദ് ഓതാൻ പറയുമ്പോൾ ഔദും ബിസ്മിയും ഓതാൻ മറക്കരുത് എന്ന് പ്രത്യേകം പറഞ്ഞു കൊടുക്കണം. ഔദു ബിസ്മി ഓതിയിട്ട് ഹിഫ്ളാണെങ്കിലും ഖുർആനാണെങ്കിലും ഓതാവൂ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം, മറന്നു പോകരുത് എന്ന് ഉണർത്തി കൊടുക്കുക. അപ്പോൾ ഈ രൂപത്തിലാണ് ഹിഫ്ളിൻ്റെ പരീക്ഷ ഉണ്ടാവുക. അപ്പോൾ ഖുർആനും ഹിഫ്ളും പരീക്ഷയുടെ കൃത്യമായ ഐഡിയ നമ്മൾ മനസ്സിലാക്കി. ഇനി പുറമേ നിന്ന് വല്ല ദിക്റും ഹിഫ്ളിൽ മനഃപ്പാഠം നമ്മളോട് ചോദിക്കുമോ എന്ന് ചോദിച്ചാൽ ചോദിക്കില്ല എന്ന് തന്നെ പറയാം. കാരണം ഇതുവരെ നടന്ന പരീക്ഷകളിലൊന്നും അങ്ങനെ ചോദിച്ചിട്ടില്ല. ഇനി അബദ്ധവശാൽ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം അറിയാതെയായി പോകരുത്. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മുടെ ഫിക്കിഹിൽ വന്ന ദിക്റുകൾ, ഫോർ എക്സാമ്പിൾ 2 ഷഹാദത്ത് കലിമ, അങ്ങനെ എന്തെങ്കിലും ദിക്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് കുട്ടികളുടെ ഓർമ്മയിലുണ്ടോ എന്നൊന്ന് പരിശോധിക്കുക. ചോദിക്കാൻ സാധ്യത കുറവാണ്. കഴിഞ്ഞ പരീക്ഷൻ്റെ ഓർമ്മ ഫിഖാണ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ അത് അവരുടെ ഓർമ്മയിലുണ്ടാവും, പേടിക്കാനില്ല. അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് ഖുർആൻ ഹിഫ്ള് പരീക്ഷ ഉണ്ടാവുക. വായിച്ചു കഴിഞ്ഞതിലൂടെ കൃത്യമായ മോഡൽ നമുക്ക് മനസ്സിലായി. ഇതനുസരിച്ച് കുട്ടികളെ പഠിപ്പിക്കുക. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഉയർന്ന മാർക്ക് ഉണ്ടാകും. അള്ളാഹു നമ്മളെ മക്കളൊക്കെ ഖുർആനിൻ്റെ മക്കളാക്കട്ടെ, നല്ല ഹിഫ്ളുള്ള മക്കളാക്കട്ടെ, ഇരുലോകത്തും ഉപകരിക്കുന്ന മക്കളാക്കട്ടെ. ഇനിയും നമുക്ക് വീഡിയോ ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടായ സബ്സ്ക്രൈബ് ഉണ്ടാവണം. ചെയ്യാത്തവർ ചെയ്യുക, ഒരു ലൈക്ക് കൊടുത്തേക്കുക. ഉപകാരപ്പെട്ടെങ്കിൽ കമൻറ്റിലൂടെ നന്ദി അറിയിച്ച് ആമീനോ അൽഹംദുലില്ലയോ താങ്ക്സോ എഴുതി അറിയിക്കുക. നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.